ഹായ് ഡി ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ. എന്നും വീഡിയോ ഇടണമെന്ന് കരുതും, പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് ഇടാൻ പറ്റാത്തതാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോസാണ്. അപ്പോൾ വെറുതെ ഫോണിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓരോന്നായി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരം പോകാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങിയത്. ചായയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. നേരെ നമ്മൾ കുളപ്പുറത്തിയപ്പോൾ എന്തായി, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുട്ടയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചായയും കൂടി കുടിച്ചിട്ട് യാത്ര തുടരുകയാണ് കേട്ടോ. കുളപ്പുറം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലുവരിപ്പാതയിൽ കയറിയിട്ടോ. അപ്പം നാലുവരിപ്പാതയിലാകുമ്പോൾ നമുക്ക് യാത്ര നല്ല സുഖമാണ്. പിന്നെ ഈ രാവിലെ 4 മണിക്ക് യാത്ര ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ അധികം ക്ഷീണം കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ഉറക്കം കറക്റ്റായിട്ട് കിട്ടും, തിരക്കില്ലാതെ നമുക്ക് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടോട്ടിയിട്ട് തിരുവനന്തപുരം യാത്രയിൽ നമ്മൾ ഫസ്റ്റ് ടോള് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ടോൾ ഏതെന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഉണ്ടിട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടോൾ കൊടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മക്കളൊക്കെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് നല്ല ഉറക്കവും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ കൈ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞു പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലെത്തിയിട്ടുണ്ട്. നേരം ഏകദേശം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. നേരം വെളുത്ത് നമ്മൾ സൂര്യോദയമൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ചായ കുടിക്കണം. അതിൻ്റെ മുന്നേ എന്താക്കണം, മക്കളൊക്കെ ഉറങ്ങിയതല്ലേ, ഏതെങ്കിലും ഒരു പമ്പ് കയറിയിട്ട് ഒന്ന് ഫ്രഷ് ആകണം കേട്ടോ. പക്ഷേ ഈ 4 വരിപ്പാത ആയതുകൊണ്ട് തന്നെ പമ്പ് കണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പമ്പ് തപ്പിയിട്ട് വരാം. നമ്മളങ്ങനെ രാവിലെ നേരം വെളുത്ത ഈ ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ സൂര്യോദയം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്തായാലും നമ്മളങ്ങനെ ചാവക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ നോക്കാം. അതുപോലെ തന്നെ നമ്മളെ പമ്പും കൂടെ തപ്പി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം ഒരു പമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമുക്കൊന്ന് ഫ്രഷായിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി ബാത്റൂമിലൊക്കെ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒന്ന് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പമ്പത്ത് ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം എന്താ വെച്ചാൽ രാവിലത്തെ ഫുഡ് തപ്പലാണ് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് തപ്പി നോക്കാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം യാത്രയിലെ 2ാമത്തെ ട്രോളാണ് ഇട്ടത്. ഇപ്പോൾ ഇവിടെ പണിയും കാര്യങ്ങളും നടക്കുന്നുള്ളൂ. അതിൻ്റെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മൗലാന ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് പോയി നോക്കാം എന്താ കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വണ്ടിയിലിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ഉള്ളതെന്നൊന്ന് നോക്കിയാലോ. ഇക്ക പൊറാട്ടയും കറിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും പിള്ളേരും കൂടെ ദോശ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എന്താക്കിയായിരുന്നു, ഒരു എള്ളുണ്ടിൻ്റെ കൂടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിങ്ങനെ വിചാരിച്ചത്. ഈ പോകുന്ന വഴിക്കാണ് നമ്മൾ ചേരമാൻ ജുമാ മസ്ജിദ് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷം ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് വയ്യെന്നറിയില്ല, ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് പോയി നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കി കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ തൊട്ടടുത്ത് പാർക്കിംഗ് ഇല്ല, തൊട്ടടുത്ത് ഇവർക്ക് ഇവരുടേതായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മൾ വന്ന വഴിക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താക്കാം, വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാവേ. ചരിത്രപ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണിത്. അന്നത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ചന്ദ്രൻ പിളരുന്നത് അത്ഭുതം കാണുകയും തുടർന്ന് മക്കയിലെത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ശേഷം അതിനെ തുടർന്ന് അദ്ദേഹം നൽകിയ കത്തുമായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദീനാറാണ് ഈ പള്ളി നിർമ്മിച്ചത്. ആദ്യകാലത്ത് പരമ്പരാഗത കേരളീയ ശൈലിയിലായിരുന്ന ഇതിൻ്റെ നിർമ്മാണം പിന്നീട് പല ഘട്ടങ്ങളിലായി വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പള്ളിയുണ്ട്. സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ഇക്കായാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനോട് തൊട്ടു അടുത്തായിട്ട് ഒരു കുളം വർഷങ്ങളായിട്ട് ഇവർ പരിപാലിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ കുളം ഒന്ന് കണ്ടു നോക്കിയാലോ.
ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന പ്രധാന മക്ബറകളിൽ ഒന്ന് ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖമറിയ എന്നിവരുടേതുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലല്ല. ഇസ്ലാം മതം സ്വീകരിച്ച് മക്ക സന്ദർശിച്ച് മടങ്ങുന്ന വഴി അദ്ദേഹം മരണപ്പെടുകയും ഒമാനിലെ സലാലയിലാണ് അദ്ദേഹത്തിൻ്റെ അടക്കം കേട്ടോ. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു നിലവിളക്ക് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പള്ളിക്കകത്തോട്ട് വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.